പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ ഇരുട്ടടി കിട്ടിയ അവസ്ഥയിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്തെ സമുന്നതനായ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ മറുകണ്ഠം ചാടിയതിനെ നീതീകരിക്കാനാകാതെ കുഴയുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. അച്ഛനെയും സഹോദരനെയും രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ കാറ്റിൽ പറത്തി അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ തേടി ശ്രീമതി പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേക്കേറിയാൽ രാഷ്ട്രീയപരമായി ഞെട്ടാനൊന്നുമില്ല. കാരണം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അവരുടെ മക്കളുമൊക്കെ അനുദിനം ബിജെപിയിലേക്ക് കളം മാറ്റി ചവിട്ടുന്ന ഇക്കാലത്ത് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. എന്നാൽ പത്മജിയുടെ കുതികാൽ വെട്ടിൽ കോൺഗ്രസുകാരിൽ പലരും ഞെട്ടി അമ്പരന്നു. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജ കാട്ടിയത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നത് തന്നെ. ഈ ചെയ്തിയുടെ ഓളങ്ങൾ അങ്ങ് താഴേക്കിടയിലെ വോട്ടർമാർക്കിടയിൽ വരെ പ്രതിഫലിക്കും. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ലതിക സുഭാഷ് തല മൊട്ടയടിച്ചത് കോൺഗ്രസിന് വൻ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. അതുപോലൊരു രാഷ്ട്രീയ കുതികാൽ വെട്ടാണ് പത്മജ ഇപ്പോൾ കോൺഗ്രസിനോട് കാട്ടിയത്. കോൺഗ്രസിൽ നേരിടുന്ന തുടർച്ചയായ അവഗണനയാണ് പത്മജയെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നേക്കാൾ ജൂനിയർ ആയവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമൊക്കെ പത്മജയെ ചൊടിപ്പിച്ചു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറുന്നതിൽ നിന്നും പത്മജ വേണുഗോപാലിനെ ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയം കണ്ടില്ല. കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടു പോകുന്നതും പത്മജയ്ക്ക് വലിയ തോതിൽ നീരസമുണ്ടാക്കി. എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് പാളയം ഉപേക്ഷിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാതെ കുഴങ്ങുകയാണ് കോൺഗ്രസുകാർ. 1 വർഷം മുമ്പ് ഏതാണ്ട് ഇതേ സമയം ഏപ്രിലോടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബിജെപിയിലേക്ക് ചേക്കേറിയ സമയത്ത് പലരും ഇതുപോലൊന്ന് ഞെട്ടിയിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യം ബിജെപിയിലെത്തിയ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളിൽ പ്രമുഖനെന്ന് അനിലിനെ വിശേഷിപ്പിക്കാം. 1 വർഷം മുമ്പ് ബിജെപിയിലെത്തിയ അനിൽ ആന്റണിക്ക് ബിജെപി കാര്യമായ പരിഗണനയാണ് നൽകിയത്. ബിജെപി ദേശീയ സെക്രട്ടറി, ദേശീയ വക്താവ് തുടങ്ങിയ പദവികളൊക്കെ നൽകി. ഇപ്പോൾ കേരളത്തിൽ ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ PC ജോർജിനെ വെട്ടി അനിലിനെ ബിജെപി സ്ഥാനാർത്ഥിയുമാക്കി. ഒരു കാലഘട്ടം മുഴുവൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ 2 അതികായന്മാരുടെ മക്കളെ അടർത്തിയെടുക്കാനായത് ബിജെപിക്ക് കേരളത്തിൽ വലിയ നേട്ടമാണ്. അത്ര തന്നെ ക്ഷീണമാണ് കോൺഗ്രസിനും. പത്മജിക്കും ലോക്സഭാ സീറ്റടക്കമുള്ള പരിഗണനയും സ്ഥാനമാനങ്ങളും ഒക്കെ ബിജെപി ലഭിക്കാനിടയുണ്ട്. എറണാകുളം, ചാലക്കുടി സീറ്റുകളിലേക്ക് പത്മജ വേണുഗോപാലിനെ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പത്മജയുടെ ചുവടുമാറ്റം വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സഹോദരൻ കെ മുരളീധരന്റെ സാധ്യതകൾക്ക് തിരിച്ചടിയാകുമെന്നും കരുതുന്നവരുണ്ട്. മുതിർന്ന നേതാക്കളുടെ മക്കളെന്ന നിലയിലും അല്ലാതെയും പാർട്ടി നൽകിയ എല്ലാ സൗജന്യങ്ങളും പദവികളും സ്ഥാനമാനങ്ങളും ആസ്വദിച്ച ശേഷം മറുകണ്ഠം ചാടിയ പത്മജ അടക്കമുള്ളവരുടെ നിലപാടിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. സാധാരണ കോൺഗ്രസുകാർക്കിത് ദഹിച്ചിട്ടേയില്ല. അടുത്തിടെയാണ് മുൻ കേരള കോൺഗ്രസ് നേതാവ് PC ജോർജും മകൻ ഷോൺ ജോർജും ബിജെപിയിൽ അംഗത്വമെടുത്തത്. ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ കൊല്ലം ജില്ലയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന S കൃഷ്ണകുമാർ കുടുംബസമേതം ബിജെപിയിൽ ചേർന്ന കഥ പറയേണ്ടി വരും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണകുമാർ തോറ്റുപോയിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വമല്ല ബിജെപിയുടെ തീവ്ര ഹിന്ദുത്വമാണ് വേണ്ടതെന്ന് പറഞ്ഞ് ബിജെപി പാളയത്തിലേക്ക് കൂടുമാറിയ കോൺഗ്രസ് നേതാവാണ് G രാമൻ നായർ. അന്ന് പുള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷനായി. കേരള വനിതാ കമ്മീഷൻ അംഗമായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന പ്രമീള ദേവിയും വളരെ പെട്ടെന്നാണ് ബിജെപി തട്ടകത്തിലേക്ക് ചാടിയത്. നിലവിൽ അവർ ബിജെപി സംസ്ഥാന സമിതി അംഗമാണ്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന KS രാധാകൃഷ്ണനെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോഴാണ് PSC ചെയർമാനായി നിയമിച്ചത്. പക്ഷെ ഭരണമൊക്കെ പോയി വെറുതെ ഇരിക്കുമ്പോഴാണ് ശബരിമല വിഷയം വന്നത്. അതൊരു മറയാക്കി പിടിച്ച് തീവ്ര ഹിന്ദുത്വം നിലനിൽക്കുന്ന ബിജെപി പക്ഷത്തോട്ട് നൈസായി പുള്ളി അങ്ങ് കൂറുമാറി. അതും വലിയ ഇമ്പാക്ട് ആണ് സംസ്ഥാനത്തുണ്ടാക്കിയത്. ഈ ലിസ്റ്റ് അങ്ങ് നീളുകയാണ്. ചിലർ പകൽ കോൺഗ്രസും രാത്രി ബിജെപിയുമാണെന്ന് പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ പത്മജയ്ക്ക് പിന്നാലെ നിരവധി കോൺഗ്രസുകാർ ബിജെപി പാളയത്തിലേക്ക് ഒഴുകാനിടയുണ്ട്.